പണം വാങ്ങി അനുഗ്രഹം വാരി വിതർന്ന ദൈവം. ഡോക്ടർ എബ്രഹാം മുളമുട്ടിലുമായുള്ള അഭിമുഖം 4-ാം ഭാഗം. മതം ഒരു സ്വകാര്യത എന്ന നവീന നവോത്ഥാന ഗ്രന്ഥം എഴുതിയ ഡോക്ടർ എബ്രഹാം മുളമുട്ടിലുമായുള്ള അഭിമുഖം 4-ാം ഭാഗം. ഞാൻ ശ്രദ്ധിച്ച ഒരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിനക്കെല്ലാം സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം ലഭിക്കും എന്ന് പറയുന്നു. അതിനായി നീ ദൈവത്തിന് സമർപ്പിക്കണം. എന്ത്? കാണിക്ക നീ കൊണ്ട് സമർപ്പിക്കണം. നീ നന്നായി വിതച്ചാൽ നിനക്ക് സമൃദ്ധമായി കൊയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അനുഗ്രഹത്തിനായി ദൈവത്തിന് പണം കൊടുക്കേണ്ടതെന്ന് ആവശ്യമുണ്ടോ? അത് ആ വാക്യത്തിന് എനിക്ക് പറയാനുള്ളത് അത് തെറ്റാണ്. അതായത് ദൈവത്തിന് വേണ്ടി പണം വാങ്ങിച്ചിരിക്കുന്നത് ലോക തിന്മകളിലൊന്നാണ്. അതല്ല, ആ സംവിധാനം നിലനിർത്താൻ വേണ്ടി ഒരാൾ പണം കൊടുക്കുന്നത് കൊണ്ടോ അല്ല പ്രധാനം. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ അതിന് അക്കൗണ്ടബിളാണ്. ഞാൻ ഒരു വ്യക്തിക്ക് കാശ് തന്നാലേ ഞാൻ സ്വർഗത്തിൽ വിടാമെന്ന് പറയുന്നത് അത് തിന്മ തന്നെയാണ്. അത് തിന്മയാണ്. അതിനു വേണ്ടിയാണ് പിന്നീട് ഈ സഭകളൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക് ആക്കാനും. ഇതൊരു ലാഭകരമായ കച്ചവടമാണെന്ന് മനസ്സിലാക്കിയല്ലേ? സത്യം പറഞ്ഞാൽ ആത്യന്തികമായി നമ്മൾ എന്തൊക്കെ തിയോളജിയോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഇതിനകത്തുള്ള ഒരു ലാഭസാധ്യതകൾ കണ്ടല്ലേ ഇന്ന് കാണുന്ന ഈ പല നമ്പർ ഓഫ് സഭകൾ. ഇന്ന് ഏതാണ്ട് 45,000-ലധികം സഭകൾ ക്രിസ്തുമത വിഭാഗത്തിൽ തന്നെ ഉണ്ട് എന്നാണ് കണക്ക്. അന്നേരം ഇത്തരത്തിൽ നിരവധി സഭകൾ എന്ന പേരിൽ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയതിൻ്റെ മൂലകാരണം ഇതിൻ്റെ ലാഭസാധ്യത തന്നെയല്ലേ? അതാണ് മനുഷ്യന് ഇപ്പോഴും ബോധതലത്തിലെ മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിനകത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. മനുഷ്യ ബുദ്ധിയല്ലേ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ദൈവത്തെ നിലനിൽക്കാനും നമുക്ക് ഒരാവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നീ അത് നിൻ്റെ സ്വന്തം കാര്യമായിട്ട് എടുക്കണം. അതിന് നിനക്ക് ഒന്നിച്ച് സന്തോഷം കുടിക്കാനായിട്ട് ഒരു ഗ്രൂപ്പിൽ കൂടുന്നതിനും മറ്റേ അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. 45,000 അല്ല 50,000 ഉണ്ടായാൽ മതി. എല്ലാവർക്കും ഓരോ ദൈവം ഉണ്ടായാലും ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മതം ഒരു സ്വകാര്യമായിട്ടാണ്. നമുക്ക് സ്വകാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ് ഇതിൻ്റെ മുഴുവൻ നിലനിൽക്കുന്നത്. ഇനി അവിടെ ഞാൻ എൻ്റെ മനസ്സിനെ യഥാർത്ഥമായിട്ട് ക്രമീകരിക്കണം. എനിക്കൊരാളെ വേണമെങ്കിൽ കൊല്ലാം, അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാം. ടെററിസ്റ്റുകൾ അങ്ങനെയാണ്. അവർക്ക് ഒരാശയമുണ്ട്. ആ ആശയം എനിക്ക് കൊന്നാണ് നേടുന്നതെന്ന് പറഞ്ഞാൽ അതിന് പണം കൊടുക്കുന്നവരുണ്ടായിരിക്കും. പണം കൊടുക്കുന്നവരുണ്ട് ഇന്നിപ്പോൾ. അതാണല്ലോ, എനിക്ക് ഒരാളെ കൊല്ലണം, എനിക്ക് രാഷ്ട്രീയമായിട്ട് കൊല്ലാം, സാമുദായികമായിട്ടുള്ളവരെ കൊല്ലാം. എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെ പോയാൽ അച്ഛനെ പലരും കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കഥ പറയാനും പുള്ളിയെ തല്ലിക്കൊന്നുകൊണ്ടല്ലോ നമ്മളല്ല ഇന്നിപ്പം ഒരു മതം തന്നെ സൃഷ്ടിച്ചു തന്നെ. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രതിഭാസത്തെയാണ്. ഒരേ സമയത്ത് നമുക്ക് മദർ തെരേസയാകാം, ഒരേ സമയത്ത് ഹിറ്റ്ലറിയാകാം. ഒരേ കോൺഷ്യസ്നെസ്സാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത് നമ്മളെങ്ങനെ അത് ഉപയോഗിക്കുന്നു അനുസരിച്ചാണ് അതിനെ പോകുന്നത്. അതുകൊണ്ട് ഓരോ മതങ്ങളിൽ സുനിൽ പറഞ്ഞ, അതായത് പണമുണ്ടാക്കുക എന്നുള്ളതല്ല അവിടുത്തെ പ്രോബ്ലം. നമുക്കതിനുള്ളതായ എനിക്ക് ആ പണം കിട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വലിയ സുഖ ജീവിതത്തിലെത്തുമെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരും ഓരോന്നിനെയും മനസ്സിലാക്കുക. ബുദ്ധിസം അതിനകത്ത് അഹിംസ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് അദ്ദേഹം വന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ കൊല്ലുന്നത് കണ്ടിട്ട് ദൗ ഷാൽ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹിംസ ചെയ്യരുതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തകരും. 5-ാം ഭാഗം നാളെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.